അസ്സലാമു അലൈക്കും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിൻ്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്രയും വലുതാണ്. തൗഹീദിനെ പ്രഖ്യാപിക്കുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഏറ്റവും മഹത്വമുള്ള ഒരു ദിക്ർ പറഞ്ഞു തരുമോ എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാണ് അള്ളാഹു പറഞ്ഞു കൊടുത്തത്. അത് എല്ലാവർക്കും അറിയുന്നതും എല്ലാവരും ചൊല്ലുന്നതുമല്ലേ. എനിക്ക് പ്രത്യേകമായി ഒരു ദിക്ർ പഠിപ്പിച്ചു തരുമോ എന്ന് അള്ളാഹുവിനോട് മൂസാ നബി ചോദിക്കുമ്പോൾ ഇതിലേറെ മഹത്വം നിറഞ്ഞ ഒരു ദിക്റും വേറെയില്ല എന്ന് അള്ളാഹു പറഞ്ഞു. നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസിൻ്റെ വലിപ്പം നിങ്ങൾക്കറിയാമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്. ബലാ യാ റസൂലല്ലാഹ്, അറിയില്ല നബിയെ, ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഈ കാണുന്ന ആകാശവും ഭൂമിയും ആ മീസാൻ എന്ന ത്രാസിൽ വെച്ച് തൂക്കാൻ പറ്റുമെന്ന്. ഉടനെ സ്വഹാബാക്കൾ കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ അമലുകൾ, ഞങ്ങളുടെ നന്മകൾ ഇതിൽ വെച്ചാൽ എന്താണുണ്ടാവുക, ആ മീസാനിൽ വെച്ചാൽ എന്താണുണ്ടാവുക എന്നവർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, മീസാനിനെ നിറക്കുന്ന ഒരു ദിക്റുണ്ട്, അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റാണെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ 12 അക്ഷരങ്ങളാണുള്ളത്. അത് 12 മാസങ്ങളെ സൂചിപ്പിക്കുന്നു. അതുപോലെ മറ്റൊരു വചനമുണ്ട്, നാം ഇതിൻ്റെ കൂടെ ചൊല്ലുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതിനും 12 അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ 12 12 24. അത് ഒരു ദിവസത്തിലെ 24 മണിക്കൂറുകളെയും സൂചിപ്പിക്കുന്നുണ്ട്. വർഷത്തിലെ എല്ലാ മാസവും ദിവസവും മുഴുവനും നാം ഈ ദിക്ർ മുറുകെ പിടിക്കാനാണ് ഇത്. അതിലുമുപരിയായി വേറെയും അത്ഭുതങ്ങൾ ഈ വചനങ്ങൾക്കുണ്ട്. അറബി അക്ഷരങ്ങളിൽ പുള്ളിയുള്ളതും പുള്ളിയില്ലാത്തതുമായ 28 അക്ഷരങ്ങളാണുള്ളത്. അതിൽ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ മാത്രമാണ് ഈ 2 വചനങ്ങൾക്കുമുള്ളത്. ഇതുപോലെ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു അറബി പദം പോലും നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. ഇത് ചൊല്ലുന്നവരുടെ ഹൃദയത്തിൽ ഒരു നിഫാഖിൻ്റെ, ഒരു കാപട്യത്തിൻ്റെ, ഒരു ചെറിയ തെറ്റിൻ്റെ പോലും പുള്ളി പോലും ഉണ്ടാവില്ല എന്നായിരിക്കും ഇതിനർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും നാം 10 തവണ ചൊല്ലണം. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ അവർ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ വേര് ഭൂമിയിലും അതിൻ്റെ ശിഖിരങ്ങൾ ആകാശത്തും മുട്ടി നിൽക്കുകയാണ്. അത്രയും പ്രതിഫലമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ഉച്ചരിച്ചു കൊണ്ട് മരണപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.